മനസ്സുകളുടെ എപ്പോഴത്തെയും പ്രിയ പ്രോഗ്രാമായ ലേഡീസ് അവറിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ മേഖലകളിൽ തങ്ങളുടേതായ ശ്രമം കൊണ്ട് ജീവിത വിജയം കൈവരിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. കൗമുദി ടിവിയുടെ ലേഡീസ് അവറിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്വാഗതം. ഞാൻ ലക്ഷ്മി, ഒരു സ്റ്റഡി സ്കിൽ ഡെവലപ്പറായും പേഴ്സണൽ കൗൺസിലറായും ജോലി ചെയ്യുന്നു. ആലപ്പുഴയാണ് സ്വദേശം. ഇന്ന് നിങ്ങളോടൊപ്പം രാമായണത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനായി എനിക്കൊരവസരം ലഭിച്ചിരിക്കുകയാണ്. രാമായണം നമ്മളെല്ലാവരും പൊതുവെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ രാമൻ്റെ അയനം അഥവാ രാമൻ്റെ കഥ, രാമൻ്റെ ജീവിതയാത്ര അതുതന്നെയാണ്. എന്നാൽ ഇതിനെ മറ്റൊരു രീതിയിലും നമുക്ക് അർത്ഥമാക്കാം. രാമായണം. രാ എന്നാൽ രാവ്, രാവ് എന്നാൽ രാത്രി, രാത്രിയുടെ പ്രതീകമാണ് ഇരുട്ട്, ഇരുട്ട് അജ്ഞാനത്തിൻ്റെയും പ്രതീകമാണല്ലോ. അപ്പോൾ രാമായണം എന്നാൽ ഇരുട്ട് മായണം, അജ്ഞാനം മാറി ജ്ഞാനം വിളങ്ങുന്നതാകണം നമ്മുടെ ജീവിതം എന്നതും നമുക്ക് രാമായണത്തിലൂടെ അർത്ഥമാക്കാം. രാമായണം നമുക്കറിയാം, ആദികവി വാത്മീകി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരമകാഷ്ഠയിലെത്തിയപ്പോൾ, അദ്ദേഹത്തിന് ജ്ഞാന സമ്പാദനം വന്നപ്പോൾ ഈ ഒരു കവിത രചിക്കുകയുണ്ടായി. വാത്മീകി രാമായണത്തിൽ രാമൻ ഒരു മാതൃകാ പുരുഷനാകുന്നു, ഒരു ഉത്തമ പുരുഷനാകുന്നു. ഏതൊരു മനുഷ്യനും അനുവർത്തിക്കാവുന്ന ജീവിതശൈലി കൈക്കൊണ്ട മഹത്തരമായ ഒരു ജീവിതം നയിച്ച ഒരു മാന്യപുരുഷൻ രാമൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പലതരം ബുദ്ധിമുട്ടുകളിലൂടെയും ജീവിതത്തിലെ പല പ്രതിസന്ധികളിലൂടെയുമാണ് കടന്നു പോകുന്നത്. പക്ഷേ ആ പ്രതിസന്ധികൾ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ധർമ്മവൃത്തിയിൽ നിന്നും ഒരല്പം പോലും വ്യതിചലിപ്പിച്ചില്ല. അപ്പോൾ ജീവിതത്തിൽ എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എങ്ങനെ ഒരു പുരുഷന് സ്വന്തം ധർമ്മത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാമൻ്റെ ജീവിതകഥയായ രാമായണം. വാത്മീകി രാമായണത്തിൽ രാമൻ ഒരു കുടുംബസ്ഥനായും ഒരു രാജാവ് എന്ന രീതിയിൽ എങ്ങനെ പ്രജകളെ വളരെ നന്നായി നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാകുന്നു എന്ന രീതിയിലും ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനൊക്കെയും ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നുമൊക്കെ അല്പം വ്യത്യസ്തമായിട്ടാണ് അധ്യാത്മരാമായണം രചിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് ഇപ്പോഴത്തെ പോലെ കറണ്ടോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ സന്ധ്യയാകുന്നതോടെ മറ്റ് ജീവിതവൃത്തികളൊക്കെ ഏതാണ്ട് ഒന്ന് നിർത്തി എല്ലാവരും കുടുംബത്തിൽ ഒന്നിച്ചു ചേർന്ന് ഉള്ള വിളക്കിൻ്റെ വെളിച്ചത്തിൽ അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് പുരാണങ്ങളും ഇതിഹാസങ്ങളും മുതിർന്നവർ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും കൊച്ചുകുട്ടികൾക്ക് കഥകളുടെ രൂപത്തിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കവിതകളുടെ രൂപത്തിലോ പറഞ്ഞു കൊടുക്കുകയും അതിലൂടെ വലിയ ജീവിത മൂല്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അഥവാ ഇതൊരു ജീവിത വൃത്തിയുടെ അല്ലെങ്കിൽ ജീവിതാചാരത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ തുടർന്നുണ്ടായ മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ ഓരോ വളർച്ചയും വികാസവും നമ്മുടെ ജീവിത രീതികളെ മൊത്തത്തിൽ മാറ്റിമറിച്ചപ്പോൾ ഇത്തരം ആചാരങ്ങൾക്കൊക്കെ എവിടെയൊക്കെയോ ഭ്രംശം വരികയും ഇപ്പോൾ പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ നമ്മൾ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം തുടർച്ചയായി ഉപയോഗിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. അഥവാ ആ കഥാകഥനങ്ങളൊക്കെ ഒരു മാസത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട് കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കപ്പെടുന്നു എന്നതിൻ്റെ പുറകിലും ചില കാര്യങ്ങളുണ്ട്. നോക്കിയാൽ മുൻപേ പറഞ്ഞതുപോലെ രാമൻ സ്വന്തം ജീവിതത്തിലുണ്ടായ ഓരോ പ്രതിസന്ധികളെയും ധർമ്മത്തിലൂടെ തന്നെ തരണം ചെയ്ത ഒരു വ്യക്തിയാണ്. ധർമ്മഭാവന അദ്ദേഹം ഒരിക്കലും കൈവിടുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ഒരു വർഷം എടുത്താൽ
കർക്കിടക മാസം പൊതുവെ ശാരീരിക ബുദ്ധിമുട്ടുകളുടെയും സാമ്പത്തിക പരാധീനതകളുടെയും ഒക്കെ കാലം ആയിരുന്നു, ഇപ്പോഴുമാണ്. കാരണം പണ്ട് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിരുന്നു നമ്മളുടെ എല്ലാ ജീവിതവും. എന്നാൽ കാർഷിക വൃത്തി അല്ല നമ്മളുടെ ഇപ്പോഴത്തെ പ്രധാന തൊഴിൽ എന്നുണ്ടെങ്കിൽ പോലും കർക്കിടക മാസം പൊതുവെ ഒരു പഞ്ഞമാസമാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾക്കിടയിൽ മനുഷ്യൻ ധർമ്മചിന്തയിൽ നിന്നും ഭ്രംശിച്ചു മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴും നീ ധർമ്മചിന്ത കൈവിടല്ല എന്ന ആ ഒരു സന്ദേശമാണ് രാമായണ കഥനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി വാൽമീകി രാമായണത്തിൽ നോക്കുകയാണെങ്കിൽ രാജാവ് ഒരു മികച്ച രാജ്യതന്ത്രജ്ഞൻ എന്ന രീതിയിലൊക്കെ നമുക്ക് ശ്രീരാമനെ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം പല കഥാസന്ദർഭങ്ങളിലും വളരെയധികം മികച്ച രാജ്യതന്ത്രജ്ഞത അദ്ദേഹം പ്രകടിപ്പിച്ചതായി കാണാം. എന്നാൽ അധ്യാത്മരാമായണം എഴുതിയിരിക്കുന്നത് ഒരു ഭക്തിരസത്തിന് മുൻതൂക്കം കൊടുത്തിട്ടാണ്. ഈ അധ്യാത്മരാമായണം എഴുതിയിരിക്കുന്നത് പോലും വാൽമീകി രാമായണത്തിൻ്റെ ചുവട് പിടിച്ച് രാമദാസൻ എന്ന ഒരു കവി സംസ്കൃതത്തിൽ അധ്യാത്മരാമായണം എഴുതുകയുണ്ടായി. ആ അധ്യാത്മരാമായണത്തിൽ നിന്നും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആശയം പരിപൂർണമായും സ്വീകരിച്ച് മലയാളത്തിൽ എഴുത്തച്ഛൻ എഴുതിയ കവിതയാണ് അല്ലെങ്കിൽ മഹാകാവ്യമാണ് അധ്യാത്മരാമായണം എന്ന് പറയാം. അപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഭക്തിരസ പ്രധാനമാണ്. ഇവിടെ ഉത്തമ പുരുഷൻ അഥവാ മാതൃകാ പുരുഷൻ എന്ന ഒരു നിലയിൽ നിന്നും ശ്രീരാമൻ ഉയർന്ന് ഈശ്വര തുല്യനാകുന്നു, ഒരുപക്ഷെ ദൈവം തന്നെയായി മാറുന്നു. മറ്റേതൊരു നരനാണെങ്കിൽ ഇവിടെ നരനല്ല, മറിച്ച് ഈശ്വരനാണ് ശ്രീരാമൻ. അപ്പോൾ ഈശ്വരൻ ഉണ്ടാകേണ്ടുന്ന എല്ലാ സവിശേഷതകളും ഒപ്പം മായാലീലകളും ഒക്കെയും തന്നെ വളരെ ശുദ്ധമായ മലയാളത്തിൽ വളരെ രസകരമായ രീതിയിൽ, എന്നാൽ ഒരു വളരെ നല്ല കഥ പറയുന്ന രീതിയിൽ, ഒരു കിളിയുടെ കഥ പോലെയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ നന്നായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വീണ്ടും പല വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായും അധ്യാത്മരാമായണത്തിൽ പല രീതിയിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടാം എന്നാണ് പറയുന്നത്. ജ്ഞാനത്തിലൂടെ നേടാം, ഭക്തിയിലൂടെ നേടാം. ഇതിൽ ജ്ഞാനത്തിലൂടെ ഈശ്വരനെ തേടി അല്ലെങ്കിൽ സത്യത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ലക്ഷ്മണനെ വരച്ചു കാണിക്കുന്നത്. ലക്ഷ്മണൻ ശ്രീരാമൻ്റെ സഹോദരനായിരുന്നിട്ട് കൂടിയും ജ്ഞാനസമ്പാദനം എന്ന ഒരു ഭാവം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ജ്യേഷ്ഠകനിഷ്ഠ ഭാവം വെടിഞ്ഞ് അല്ലെങ്കിൽ രക്തബന്ധമൊക്കെയും മറന്ന് വളരെയധികം വിനീതനായ ഒരു ശിഷ്യനായി മാറുകയാണ്, ഉത്തമാവകാശിയായ ശിഷ്യൻ. അവിടെ ശ്രീരാമനാകട്ടെ ഗുരുവുമാകുന്നു. അപ്പോൾ അവിടെ ശ്രീരാമനോട് ലക്ഷ്മണൻ പറയുന്നത് നമുക്ക് ഭഗവത്ഗീതയിൽ അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞതുപോലെ, ഭഗവാനെ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല, ഞാൻ ഇതികർത്തവ്യതാമൂഢനായിട്ടാണ് നിൽക്കുന്നത്, എനിക്ക് നേരായ മാർഗം അങ്ങ് ഉപദേശിച്ചു തന്നാലും എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ്റെ കാൽക്കൽ വീഴുന്ന അർജുനനെ പോലെ തന്നെ ഇവിടെ ലക്ഷ്മണനും ഞാനിപ്പോൾ കൃപാണനാണ്, എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങ് എനിക്ക് മാർഗം ഉപദേശിച്ചു തന്നാലും നിന്തിരുവടിയല്ലാതെ ഈ ഭൂലോകത്തിൽ എനിക്ക് നേരായ മാർഗം കാട്ടിത്തരാൻ ഇനി മറ്റൊരാളില്ല എന്ന് പറഞ്ഞ് സ്വന്തം ഗുരുവിലേക്ക് ചെന്ന് ശിഷ്യൻ വീഴുകയാണ്, സ്വയം അർപ്പിക്കുകയാണ്. അവിടെ വിജ്ഞാനത്തിലൂടെ ജ്ഞാനത്തിലേക്ക് എങ്ങനെ എത്താം, ആ ജ്ഞാനത്തിൻ്റെ തെളിച്ചം എന്താണ്, ആ ശോഭ എന്താണ് എന്നൊക്കെയും സാവധാനം രാമൻ പറഞ്ഞു മനസ്സിലാക്കുന്നു. പ്രധാനമായും പറയുന്നു, ഭോഗങ്ങളൊക്കെയും ക്ഷണപ്രഭാചഞ്ചലം. നീ പറയുന്ന ഓരോ ഭോഗങ്ങളും ഓരോ കാമനകളും വാസനകളും എല്ലാം തന്നെ ഒരു മിന്നൽ പിണറിനേക്കാൾ ആയുസ്സുള്ളതല്ല. സ്വന്തം മനുഷ്യായുസ്സാകട്ടെ അതും വളരെ ചെറുതാണ്. എങ്ങനെ വളരെ സാവധാനം ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാം എന്ന് ലക്ഷ്മണന് ശ്രീരാമൻ ഒരു ഗുരുഭൂതനായി പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഇതേ ജ്ഞാനം മാത്രമാണോ സാക്ഷാത്കാരത്തിന് വേണ്ടത്? അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഇതേ രാമായണത്തിൽ തന്നെ പറയുന്ന ശബരിയുടെ കഥ മുന്നിൽ വരുന്നു. ശബരി അക്ഷരാഭ്യാസമില്ലാത്തവളാണ്, യാതൊരു രീതിയിലും പുതുമയായ ഒരു കാര്യങ്ങളും അറിയാത്തവളാണ്. അവൾക്കും ശബരിക്കും എങ്ങനെയാണ് ഈശ്വരൻ സാക്ഷാത്കാരം കൊടുക്കുന്നത്? അവിടെ ശബരി സ്വന്തം സംശയങ്ങൾ
ഭഗവാനുമായി പങ്കുവയ്ക്കുന്നു. ഭഗവാനെ, ഞാൻ ഒന്നും അറിയാത്തവളാണല്ലോ, എനിക്കെങ്ങനെ സാക്ഷാത്കാരം ലഭിക്കും, എനിക്കെങ്ങനെ മുക്തി ലഭിക്കും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ശബരിയുടെ വിഷമം, ശബരിക്കൊരിക്കലും ആ ഒരു പ്രദേശത്തു നിന്നും പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. തീർത്ഥയാത്രകളില്ല, ക്ഷേത്രങ്ങളില്ല, ഉപവാസങ്ങളില്ല, യാഗങ്ങളോ യജ്ഞങ്ങളോ അനുഷ്ഠിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാനോ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ശബരിയോട് ഭഗവാൻ പറയുന്നത്, ശ്രീരാമൻ പറയുന്നത്, ഇവയൊക്കെയും തന്നെ യാതൊരു പ്രയോജനവുമില്ലാത്തതാകുന്നു. തീർത്ഥയാത്രകൾ, സ്നാനങ്ങൾ, യാഗങ്ങൾ, ഉപവാസങ്ങൾ, ഇവയ്ക്കൊന്നും തന്നെ എന്നോടുള്ള ഭക്തി എന്ന അംശമില്ലാതെ പൂർണ്ണത കിട്ടുന്നില്ല. എന്നോടുള്ള ഭക്തി ഉണ്ടെങ്കിലോ എല്ലാമായി. അപ്പോൾ ജ്ഞാനം മാത്രമല്ല, ഭക്തിയിലൂടെയും ഭഗവാനിലേക്ക് എത്തിച്ചേരാം എന്ന ഒരു വലിയ സന്ദേശം നമുക്ക് അധ്യാത്മരാമായണത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ അധ്യാത്മരാമായണത്തിൽ വരുന്ന മറ്റ് ചില വിശേഷങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ബാലിയുടെ മരണസമയത്ത് ബാലിയുടെ ഭാര്യയായ താര വിലപിച്ച് ഭഗവാന്റെ തന്നെ കാൽക്കൽ വീഴുകയാണ്. എൻ്റെ സർവസ്വവുമായിരുന്ന നാഥനെ, ആ നാഥൻ്റെ പ്രാണൻ അങ്ങ് എടുത്തുവല്ലോ, എന്നാൽ എന്നെയും കൂടി എടുത്തുകൂടെ? ഞാൻ ഇനി എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും? എനിക്കിത് സാധ്യമല്ല ഭഗവാനെ എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിയുള്ള താരയോട് അവളുടെ അപ്പോഴുണ്ടായ ചെറിയൊരു വികാരഭ്രംശത്തിനെ എങ്ങനെ അവൾക്ക് ഒഴിവാക്കി സാക്ഷാത്കാരത്തിലേക്ക് പോകാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായി ഭഗവാൻ ചോദിക്കുന്നത്, നിശ്ചേഷ്ടമായ ഈ ദേഹമാണോ, ഈ കാഷ്ഠം ആണോ നിൻ്റെ ഭർത്താവ്, അതോ ഈ ദേഹത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ആത്മാവോ? ഇവിടെ താരയ്ക്ക് ആത്മാവിൻ്റെ അനശ്വരത അല്ലെങ്കിൽ അപ്രമാദത്വത്തെക്കുറിച്ച് ഒരു തെളിച്ചമാണ് ലഭിക്കുന്നത്. ഇനിയും നോക്കുകയാണെങ്കിൽ ചില സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് അധ്യാത്മരാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ, രാമായണത്തിൽ തന്നെയും എടുത്തു കാണിച്ചിരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളിൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് സീതയിലൂടെ മുന്നോട്ട് പോകുന്ന കഥകളാണ്. എന്നാൽ ഒപ്പം പാർശ്വവത്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഒരുപക്ഷെ പൊതുജന സമക്ഷത്തിൽ അധികം വന്നിട്ടില്ലാത്ത കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. സ്വന്തം ധർമ്മത്തിൽ നിന്നും അണുവിട പോലും ചലിക്കാതെ നിന്ന സ്ത്രീ കഥാപാത്രങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് മണ്ഡോദരി. സ്വന്തം പാതിവ്രത്യത്തിൻ്റെ അല്ലെങ്കിൽ പാതിവ്രത്യാനിഷ്ഠയുടെ ശക്തി കൊണ്ട് ഭർത്താവിനെ, രാവണനെ വളരെയധികം സഹായിച്ച സാധ്വിയാണവർ. അവരെക്കുറിച്ച് ഒരുപാടൊന്നും പറഞ്ഞ് നമ്മൾ കാണുന്നില്ല. എങ്കിലും ഒരു പത്നിയുടെ ഏറ്റവും വലിയ ധർമ്മം പതിയുടെ സംരക്ഷണമാണ്. ഏത് രീതിയിലും പതിയെ സംരക്ഷിച്ച് നിർത്തുക എന്ന ആ വലിയ ധർമ്മം മണ്ഡോദരി അവിടെ കാണിക്കുന്നു. ഇതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് ഊർമിള. സീത രാമൻ്റെ ഒപ്പം വനവാസത്തിന് പോയി. ഊർമിള അതേസമയം ലക്ഷ്മണൻ കൈക്കൊണ്ട ആ വ്രതം, ആ ശപഥം സ്വന്തം ജീവിതത്തിലെടുത്ത് ആ രാജകൊട്ടാരത്തിൽ ഒരു തപസ്വിനിയെ പോലെ അവൾ കഴിയുകയാണ്. എന്നാൽ അതേസമയം അവളെ ഏൽപ്പിച്ചു പോയ വയോജനങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും അവൾ ശ്രദ്ധയോടെ നോക്കുന്നു. വീണ്ടും അവിടെ ധർമ്മമാണ്, വികാരങ്ങളല്ല പ്രധാനം, വിവേകമാണ്, വിവേകത്തിലൂടെ വരുന്ന ധർമ്മമാണ്, ധർമ്മബുദ്ധിയാണ് എന്നത് വീണ്ടും വീണ്ടും രാമായണത്തിലൂടെ അടിച്ചുറപ്പിക്കുകയാണ് നമ്മളുടെ മനസ്സിൽ. ഇനി ഒരല്പം മാറി ചിന്തിച്ചാൽ നമുക്ക് രാമായണത്തിനെ, വാൽമീകി രാമായണത്തിലെ രാമനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞു രാജ്യതന്ത്രജ്ഞത. അദ്ദേഹത്തിൻ്റെ രാജ്യതന്ത്രജ്ഞത വളരെയധികം വ്യക്തമായി വെളിവാകുന്ന ഒരു സന്ദർഭമാണ് ബാലിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംവാദം. ഇവിടെ ബാലി അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ശ്രീരാമ, ഞാൻ അതിശക്തനാണ്, മഹാശക്തനാണ്, അത് താങ്കൾക്കും അറിയാം. താങ്കളുടെ ഭാര്യയെ രാവണനിൽ നിന്നും നിവർത്തിച്ച് കൊണ്ടുവരുവാൻ എൻ്റെ സഹായം മതിയാകുമല്ലോ. എന്തിന് സുഗ്രീവൻ, എന്തിന് താങ്കൾ എൻ്റെ ശത്രുവാകുന്നു? അവിടെ ശ്രീരാമൻ എന്തുകൊണ്ട് സുഗ്രീവന് പകരം ബാലിയെ സുഹൃത്തായി കൈക്കൊണ്ടില്ല, അല്ലെങ്കിൽ യുദ്ധത്തിൽ തൻ്റെ ചങ്ങാതിയാക്കിയില്ല എന്ന് നമ്മളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബാലിയുടെ രാജ്യം ഭാരതഖണ്ഡത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഭരതൻ്റെ പ്രജയാണ് ഞാൻ. എനിക്ക് ഭരതൻ ഉദ്ദേശിച്ച രാജ്യധർമ്മം പ്രചരിപ്പിക്കേണ്ടുന്ന വേലയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിൻ്റെ ഈ രാജ്യത്തിലുള്ളത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഇങ്ങനെ തന്നെ ആയിരിക്കണം
സമന്മാരുമായി ചേരുമ്പോൾ പ്രശ്നങ്ങളില്ല. പക്ഷെ തന്നേക്കാൾ ഒരല്പം കൂടി മുന്നിലേക്ക് പോകുന്ന തന്നേക്കാൾ ശക്തിമാനായ ഒരു വ്യക്തിയുടെ ഒപ്പം ഏറെക്കാലം ഒരു രാജാവിന് സ്വന്തം രാജ്യത്തെ ഇണച്ചു ചേർത്ത് കൊണ്ടുപോകാൻ സാധ്യമല്ല. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശക്തി കൂടുതലുള്ള സ്ഥലത്തേക്ക് പതുക്കെ പതുക്കെ എല്ലാ പവറുകളും പോകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂർമ്മബുദ്ധിയായ ഒരു രാജാവായി നിന്നുകൊണ്ടായിരിക്കണം ബാലിയെ ഒഴിവാക്കി മറിച്ച് സുഗ്രീവനെ സ്വന്തം ചങ്ങാതിയാക്കിയത്. ഇതൊക്കെയും ആധുനിക ലോകത്തിൽ നമ്മളുടെ ഈ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എത്ര കണ്ട് ബുദ്ധി അവിടെ ഉപയോഗിക്കണം എന്നതിനെ വളരെ ചെറിയൊരു ഉദാഹരണമായിട്ടാണിത് കാണേണ്ടത്. ഇനി വീണ്ടും ഭക്തിയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് ശബരിയോട്, ഭക്തിയേക്കാൾ വലുതായി മറ്റൊന്നില്ല. ഭക്തി എന്ന പേരിൽ നമ്മൾ യാന്ത്രികമായി കാട്ടിക്കൂട്ടുന്ന പലവിധ ആചാരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. രാവിലെ ഉണർന്നെഴുന്നേറ്റ് ധൃതിയിൽ ഒരു കുളിയും കഴിഞ്ഞ് ഒരു 8 കിലോമീറ്റർ ദൂരെയുള്ള ക്ഷേത്രത്തിലേക്ക് പോയി, കർക്കിടക മാസമല്ലേ, എന്നാൽ ശ്രീരാമക്ഷേത്രത്തിൽ പോയി തൊഴുത് കളയാം, ഹനുമാൻ ഒരു വടമാലയും ചാർത്തിയേക്കാം എന്ന് കരുതി ഓടിപ്പോയാൽ അതിൽ എന്താണോ മുക്തി? ഭക്തിയിലൂടെ ഇത് ഭക്തി തന്നെയാണോ? ഇത് അവനവൻ സ്വന്തം ആത്മാവിനോട് ചോദിക്കേണ്ടുന്നതാണ്. ഞാൻ ഭക്തിരസത്തോടെ തന്നെയാണോ ഭഗവാനിലേക്ക് പോകുന്നത്, ക്ഷേത്രദർശനത്തിന് പോകുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ ചാർത്താനായി ഞാനൊരു മാല ഒരുക്കുന്നത്? അതോ യാന്ത്രികമായി ആചാരത്തിൻ്റെ ഭാഗമായി എൻ്റെ മുന്നിലൂടെ കടന്നുപോയ പലവരും ചെയ്ത യാന്ത്രികമായ ആചാരത്തിൻ്റെ ഭാഗമായി ഞാൻ എന്നെ ഇതിലേക്ക് അർപ്പിക്കുകയാണ്? ഈ ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് വേണം നാം ക്ഷേത്രദർശനത്തിനും മറ്റോരോ ആചാരങ്ങൾക്കും നിൽക്കാൻ. ജെ കൃഷ്ണമൂർത്തി എന്ന ഒരു തത്വചിന്തകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളിലൂടെയും ഒക്കെ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. കണ്ടീഷൻഡായ, അതായത് സ്ഥിരമായി ചെയ്ത് അത് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നൊരു നിലയിലേക്ക് വന്നാൽ ബൗദ്ധികമായി പോലും നമുക്ക് വളർച്ച നേടാൻ സാധിക്കുകയില്ല എന്ന്. അതുതന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ ഉയർന്ന നിലയിലാണ് ശ്രീരാമൻ ശബരിയോട് പറയുന്നത്. നീ എന്ത് ചെയ്താലും അതിൽ ഭക്തി, ഞാൻ എന്ന ഭാവമുണ്ടോ, ഭഗവാൻ എന്ന ഭാവമുണ്ടോ, അതൊന്നുമില്ലാതെ വളരെ കണ്ടീഷൻഡായ ഒരു റെസ്പോൺസായി നീ വീണ്ടും വീണ്ടും ഇത് ചെയ്താൽ എന്ത് ഫലം? അങ്ങനെ ചെയ്തവർക്കാർക്കും ഒരു ഫലവും കിട്ടിയിട്ടില്ല. അങ്ങനെ രാമായണം വിശിഷ്ടമായ അല്ലെങ്കിൽ വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ എഴുതപ്പെട്ട ഭക്തിരസ സമ്പൂർണമായ ഒരു മഹാകാവ്യമാണ്. ഇവിടെ ശ്രീരാമനെ ഈശ്വരനായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഇതിലുള്ള ഓരോ കഥാപാത്രങ്ങളും എങ്ങനെ എത്രയും പെട്ടെന്ന് രാമനിങ്കിലേക്ക് എത്താം. രാവണൻ എപ്പോഴും പറയുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് രാമനിലേക്കാണ് എത്തേണ്ടത്, എൻ്റെ ഭഗവാനിലേക്കാണ് എത്തേണ്ടത്, അതിനുവേണ്ടി ഞാൻ എന്ത് ദുഷ്ടത്തരം കാണിച്ചാലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ജയവിജയന്മാരുടെ കഥ ഓർക്കാവുന്നതാണ്. 7 ജന്മം വേണമോ, നിന്തിരുവടിയെ തന്നെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള 7 ജന്മം വേണമോ, അതോ ഭഗവാനെ ഭത്സിച്ചുകൊണ്ടും ഭഗവാന്റെ ശത്രുവായി വർത്തിച്ചുകൊണ്ടുമുള്ള 3 ജന്മം മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ അല്പം കുത്സിതമായ മാർഗമാണെങ്കിലും ഞങ്ങൾ ഈ ശത്രുക്കളായി വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് അവരെടുത്ത ഒരു ജന്മമായിട്ടാണ് നമ്മൾ രാവണനെയും കുംഭകർണനെയും കാണുന്നത്. ഇവിടെ പല പല കാര്യങ്ങൾ ചെയ്ത് രാവണൻ രാമനിലേക്കുള്ള തൻ്റെ യാത്രയുടെ വേഗം ത്വരിതപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് ഭഗവാനിലേക്ക് ചെന്നെത്തണം. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യവും കൂടെ പറയേണ്ടതുണ്ട്. രാമായണത്തിൽ, അധ്യാത്മ രാമായണത്തിലെ കഥാപാത്രങ്ങൾ ഓരോന്നും അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നുണ്ട്. ഈ ഒരു മുൻകൂട്ടി കാണലിനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ, മുമ്പ് ലക്ഷ്മണൻ വിലപിച്ച പോലെ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുകയില്ല, ഭഗവാനെ എന്നെ സഹായിച്ചാലും എന്നെ ശിഷ്യനായി ഏറ്റെടുത്ത് ഗുരു അങ്ങ് എനിക്ക് വഴി പറഞ്ഞു തന്നാലും, ഇത് തന്നെയല്ലേ നമ്മളുടെയും അവസ്ഥ. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഓരോ സമയത്തിലും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയുകയില്ല. എന്നാൽ അധ്യാത്മരാമായണത്തിലെ കഥാപാത്രങ്ങൾക്ക് അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ മാർഗം വളരെ കൃത്യമായി തിരഞ്ഞെടുക്കാൻ പറ്റുന്നു. ഇവയെല്ലാം തന്നെയും ഭഗവാന്റെ ലീലാവിനോദങ്ങളായിട്ടാണ് കാണുന്നത്. മായാലീലയുടെ ഓരോരോ ഭാഗങ്ങളായി മാത്രമേ അധ്യാത്മരാമായണത്തിലെ കഥാപാത്രങ്ങൾ അവനവനെയും അവനവൻ്റെ ജീവിതത്തെയും കാണുന്നു. ഇവിടെ ഒരു പരിപൂർണമായ സമർപ്പണം നമ്മൾ കാണുന്നുണ്ട്.
എല്ലാം തന്നെയും ഭഗവാൻ അറിയാം, ഭഗവാന് തന്നെയും ഭഗവാനെ അറിയാം. ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ജന്മം എടുത്തിരിക്കുന്നത്. അതെ, നമ്മൾ ഈ രാമായണം വായിക്കുമ്പോൾ അറിയാം, അദ്ദേഹം ജനിച്ച് അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുന്നേ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു ജനന പ്രക്രിയയല്ല, യാഗത്തിൻ്റെ ഒരു ഫലമാണ് ശ്രീരാമൻ. അതിനുശേഷം ബാല്യം മുതൽ കൗമാരം വരെയും വിദ്യാഭ്യാസ കാലത്തും അദ്ദേഹത്തിന് ധാരാളം ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം സീതയെ പരിണയിച്ച് തിരിച്ച് സ്വന്തം രാജ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും കിട്ടുന്ന രാജ്യഭാരം എന്ന ആ ഒരു വലിയ സന്തോഷം, എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ അത് വനവാസത്തിലേക്ക് കടന്നു പോകുന്നു. അവിടെ പോയി കഴിഞ്ഞാലോ സീതയെ നഷ്ടപ്പെടുന്നു. അവിടെ ആ വനവാസത്തിലെ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം പ്രാണപ്രേയസിയെ നഷ്ടപ്പെടുന്നു. അതിനുശേഷം വലിയ യുദ്ധക്കോപ്പുകളുമായി വലിയ പടകൂട്ടി ചെന്ന് അന്യരാജ്യത്ത് പോയി ഭാര്യയെ വീണ്ടെടുത്ത് ഇതിനൊക്കെയും അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ഇതെല്ലാം ചെയ്ത് അദ്ദേഹം തിരികെ നാട്ടിലെത്തുമ്പോഴോ അവിടെ ഭാര്യയോടൊപ്പം അദ്ദേഹത്തിന് ഏറെ നാൾ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. ജനങ്ങളുടെ ഹിതത്തിന് എതിരായി ഒരു രാജാവും പ്രവർത്തിക്കാൻ പാടില്ല എന്ന നിയമത്തെ അങ്ങേ അറ്റം കൈക്കൊണ്ട ഒരു രാജാവ് തന്നെയാണ് ശ്രീരാമൻ. അതുകൊണ്ടാണ് ജനങ്ങളുടെ മനസ്സിൽ സ്വന്തം പത്നിയെപ്പറ്റി ചില സംശയങ്ങളുണ്ട് എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ജനങ്ങളാണ് രാജാവിന് വലുത്, സ്വന്തം രാജ്യത്തേക്കാൾ വലുതല്ല പത്നി എന്ന ഒരു വീണ്ടും അവിടെ ധർമ്മം തന്നെയാണ് മുന്നിൽ വന്നിരിക്കുന്നത്. ആ ധർമ്മത്തെ കിടപിടിച്ചാണ് സ്വന്തം പത്നിയെ അദ്ദേഹം ഉപേക്ഷിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇതൊന്നും അത്ര സന്തോഷകരമായ ഒന്നാകാൻ വഴിയില്ല. എന്നാൽ ഒരു സ്ഥലത്ത് പോലും അദ്ദേഹം ഈ സങ്കടങ്ങളിലോ അല്ലെങ്കിൽ സന്തോഷങ്ങളിലോ പരിപൂർണമായും മുങ്ങി ആമഗ്നനായി ഒരു വികാരജീവിയായി നിൽക്കുന്നതായി നമ്മൾ കാണുന്നേയില്ല. അച്ഛനെ കൊല്ലട്ടെ, അച്ഛനെ കൊന്നിട്ടാണെങ്കിലും നമുക്ക് രാജ്യം വീണ്ടെടുക്കാം എന്ന് പറയുന്ന ലക്ഷ്മണനോട് അദ്ദേഹം ധർമ്മോപദേശമാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ ശപഥം, അച്ഛൻ്റെ പ്രതിജ്ഞ ആണ് ഇപ്പോൾ മക്കളായ നമ്മുടെ ധർമ്മം. നമ്മുടെ ധർമ്മം പിതാവിനോടുള്ള ധർമ്മമാണ്. പുത്രനായിരിക്കുമ്പോൾ പിതാവിനോടുള്ള ധർമ്മം അണുവിട തെറ്റാതെ പാലിച്ചു. രാജാവായിരിക്കുമ്പോൾ പ്രജകളോടുള്ള ധർമ്മവും അണുവിട തെറ്റാതെ പാലിച്ചു. ചെറിയ ചെറിയ മനുഷ്യബന്ധങ്ങളെക്കാൾ വലുതാണ് കാലം നമ്മളിൽ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രവൃത്തി എത്രമാത്രം കുറ്റമറ്റതാക്കാമോ അത്രത്തോളം കുറ്റമറ്റതാക്കി നമ്മൾ മുന്നോട്ട് പോകണം എന്ന വളരെ മഹത്തായ ഒരു സന്ദേശം രാമായണം തരുന്നുണ്ട്. ഇത് വാൽമീകി രാമായണത്തിലും ലഭിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അധ്യാത്മ രാമായണത്തിലും ലഭിക്കുന്നുണ്ട്. ഇനി ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, അധ്യാത്മ രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ലളിതമല്ലെന്നും സംസ്കൃത പദങ്ങളുടെ ഒരുപാട് ഉപയോഗം അതിലുണ്ടെന്നും അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് മനസ്സിലാവുകയില്ല എന്നുമൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ്, ഈ ഭാഷ എഴുതപ്പെട്ടത് ധാരാളം സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അവിടെ നമ്മൾ വീണ്ടും ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ മഹാകാവ്യം എഴുതിയ വ്യക്തി ഒരിക്കലും ഒരു വരേണ്യവർഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നില്ല. അല്ലെങ്കിൽ പണ്ട് വേദാഭ്യസനം ഉന്നത കുലജാതർക്ക് മാത്രമുള്ള ഒരു കനിയായി നിന്നിരുന്ന സമയത്ത് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തമായ രീതിയിൽ ഒരു വലിയ ജീവിത സന്ദേശം നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. അതിൽ ഒരു വലിയ സാമൂഹിക സന്ദേശവുമുണ്ട്. ഒരിക്കലും ഒരുവൻ്റെ ജന്മത്തിനാൽ അല്ല അവൻ്റെ വിദ്യാഭ്യാസമോ അവൻ്റെ ജീവിത ഉന്നമനമോ ഉണ്ടാകേണ്ടത്, മറിച്ച് അവൻ്റെ കർമ്മത്താലും ജ്ഞാനസമ്പാദനത്തിലൂടെയും തന്നെയാണ് അവൻ മുന്നിലേക്ക് എത്തേണ്ടത് എന്ന ഒരു വലിയ വലിയ സന്ദേശം നമുക്ക് എഴുത്തച്ഛൻ ഇതിലൂടെ തരുന്നു. എന്നാൽ ഈ ഭാഷ കടുകട്ടിയാണ് എന്ന് പറയുന്നവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, റിപ്പീറ്റഡായി വീണ്ടും വീണ്ടും ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, അത്യാവശ്യം കുറച്ച് ഒരു ഭാഷാ സഹായി ഉണ്ടെങ്കിൽ നമുക്ക് കൽക്കണ്ടം പോലെ മധുരിക്കുന്ന അല്ലെങ്കിൽ തേൻ പോലെ മധുരിക്കുന്ന ഒരു ഭാഷയാണ് അധ്യാത്മരാമായണത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മറ്റ് ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, ഭക്തിയെക്കുറിച്ച് നമ്മൾ പറയുന്നു, ഇവിടെ ഗുരു ശിഷ്യബന്ധത്തിനെക്കുറിച്ച് പറയുന്നു. എനിക്ക് ആരുടെയെങ്കിലും ശിഷ്യയോ ആകുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ എൻ്റെ വഴികൾ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയുന്നില്ല, എനിക്കെങ്ങനെ എൻ്റെ വഴി തിരിച്ചറിയുവാൻ സാധിക്കും എന്ന ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്.
ഇത് അധ്യാത്മരാമായണം അല്ലെങ്കിൽ ആധ്യാത്മികതയെ മാറ്റിവെച്ചാൽ, സ്പിരിച്വാലിറ്റിയെ മാറ്റിവെച്ചാൽ പോലും ഓരോ നിമിഷവും നമ്മളെ ഓരോരുത്തരെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്താൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ ഞാൻ ഇങ്ങനെയാകും, അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ ഇങ്ങനെയാകും? ഇങ്ങനെ 100 സംശയങ്ങളിലൂടെയാണ് നമ്മളുടെ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ഒരാൾ കൃത്യമായി എൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു തരുവാനുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ ഓരോ വ്യക്തിക്കും ഒരു ഗുരുവിനെ കണ്ടെത്തുക എളുപ്പമാണോ? അത് സാധ്യമാണോ? ഇവിടെ ചോദിക്കേണ്ടുന്ന മറ്റൊരു ചോദ്യവും കൂടിയുണ്ട്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ഒരു ഉത്തരം ലഭിക്കും എന്ന് പറയുമ്പോൾ ഈ ഉത്തരം ആകാശത്തിൽ നിന്നും അശരീരിയായിട്ടാണോ നമ്മൾ കേൾക്കുന്നത്? അതോ നമ്മൾ പല പുരാണ കഥകളിലും ഉപനിഷത്ത് കഥകളിലും ഒക്കെ കേൾക്കുന്നുണ്ട്, കാക്ക വന്ന് ഒരു ഉപദേശം കൊടുത്തു, അല്ലെങ്കിൽ ഒരു കാള വന്ന് ഉപദേശം കൊടുത്തു എന്നൊക്കെ. ഇങ്ങനെ നമുക്കിപ്പോൾ ഈ കാലത്ത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഞാൻ ഇങ്ങനെ നിരത്തിലൂടെ നടന്നു പോയപ്പോൾ അവിടെ നിന്ന് ഒരു കാള ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഉപദേശിക്കുമോ? ഇതൊക്കെയും വലിയ വലിയ ഒരു വിഷയമാണ്. ഓരോ ജീവിയുടെയും ജീവിതം കണ്ട് നമുക്ക് പലതും പഠിക്കാനുണ്ട്. നമ്മൾ കാണുന്ന ഓരോരുത്തരും ഓരോ ഗുരുക്കന്മാരാണ്. പക്ഷേ ഈ ഗുരു നമുക്ക് തരുന്ന ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെ തെളിയേണ്ടുന്ന ഉത്തരമാണ്. മനനം ചെയ്ത്, ശ്രദ്ധയോടെ മനനം ചെയ്ത് വീണ്ടും വീണ്ടും നാം നമ്മുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ നമ്മൾക്ക് വേണ്ടുന്ന ഓരോ ഉത്തരങ്ങളിലും നമ്മളുടെ മനോഗുരത്തിൽ തന്നെ തെളിയും. നമ്മളുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ തന്നെ തെളിയാവുന്ന ഉത്തരങ്ങളാണിതൊക്കെയും. ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ. കാരണം ഒരു വ്യക്തിക്ക് സംഭവിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും വളരെ കൃത്യമായ രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന രാമായണം പോലെയുള്ള ഒരു മഹാകാവ്യം, അതിനേക്കാൾ കൂടുതൽ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വരാനില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലുമുള്ള പ്രശ്നങ്ങളെ ഇൻഡിവിജ്വലായി ഒന്നൊന്നായി എടുത്ത് ഇക്വേറ്റ് ചെയ്താൽ പോലും രാമായണത്തിൽ അതിനനുസരിച്ചുള്ള കഥാസന്ദർഭങ്ങളുണ്ട്. അവിടെ എങ്ങനെ രാമൻ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ രാമായണത്തിലെ ഒരു കഥാപാത്രം എങ്ങനെ ആ ഒരു നിമിഷത്തിൽ എന്ത് ധർമ്മത്തിനെ കിടപിടിച്ചാണ് ഒരു തീരുമാനമെടുത്തത്. നമ്മുടെ കയ്യിൽ ഒരു പരിപൂർണമായ ഒരു നിഘണ്ടുവാണിത്. ഈ നിഘണ്ടു വളരെയധികം നന്നായി മനസ്സിലാക്കി സ്വന്തം ധർമ്മം എന്താണ്, എൻ്റെ വികാരങ്ങൾക്ക് അടിപ്പെട്ട് തീരാനുള്ളതാണോ എൻ്റെ ജീവിതം, അതോ എൻ്റെ ധർമ്മത്തിനെ കിടപിടിച്ച് നിൽക്കേണ്ടതാണോ എൻ്റെ ജീവിതം എന്ന ഒരു തീരുമാനത്തിലൂടെ നമുക്ക് വളരെയധികം നന്നായി ജീവിക്കാം എന്ന മഹത്തായ ഒരു സന്ദേശം തരുന്ന ഏറ്റവും വലിയ കാവ്യം തന്നെയാണ് അധ്യാത്മരാമായണം. അധ്യാത്മരാമായണ പാരായണത്തിലൂടെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഏതാനും ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവച്ചത്. ഇതിനെനിക്കൊരു അവസരം തന്ന കൗമുദി ടിവിയോട് എനിക്ക് എല്ലാ നന്ദിയുമുണ്ട്. കേട്ട നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.